മലപ്പുറം വേങ്ങരയിൽ നിന്നുള്ളൊരു കാഴ്ചയാണിത് കേട്ടോ, ഒരു CCTV ദൃശ്യമാണിത്. ഒരു ആംബുലൻസ് ഡ്രൈവറുടെ ആത്മാർത്ഥത, അതായത് അവരുടെ മുന്നിലേക്ക് വരുന്ന ഒരു രോഗിയെ സ്വന്തം കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി ആ ഒരു രോഗിയെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക എന്നാണ് ഓരോ ആംബുലൻസ് ഡ്രൈവർമാരും അവരുടെ മനസ്സിലെ ലക്ഷ്യം എന്ന് പറയുന്നത്. ചില സാഹചര്യത്തിൽ വണ്ടിയിൽ പോലും ആയിരിക്കണമെന്നില്ല അവര്, അപ്പോഴായിരിക്കും കോള് വരുന്നത്. ആ സമയത്ത് ഒരു വണ്ടി എടുത്ത് അതിവേഗം പായുക എന്നതാണ് അവരുടെ ഒരു ലക്ഷ്യം. ഈ ഒരു കാഴ്ച നിങ്ങൾ നോക്കി. ഈ ദൃശ്യത്തിൽ കാണുന്ന ആംബുലൻസ് ഡ്രൈവറിന്റെ പേരും മറ്റു കാര്യങ്ങളും ഒന്നും വ്യക്തമല്ല. ഇത് റൈഡേഴ്സ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാമിലാണ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ഇത് 13-ാം തീയതി നടന്നതാണ്. രാത്രി 10 നടന്ന ഒരു സംഭവത്തിന്റെ ദൃശ്യമാണ് ഈ കാണുന്നത്. അവിടെ ഒരു കുട്ടിക്ക് ഫിക്സ് വന്നു. അത് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയപ്പോൾ ആ കുട്ടിയെ അതിവേഗം വേങ്ങരയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ആംബുലൻസിൽ കൊണ്ടുവരികയാണ്. ആംബുലൻസ് ഡ്രൈവറെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ, അദ്ദേഹത്തിന് ഷർട്ട് പോലും ഇല്ല. ആ ഒരു സാഹചര്യത്തിൽ എനിക്കൊന്ന് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് എന്താണ് കോള് വരുന്നത്, ആ സമയത്ത് ഷർട്ട് ഇടാൻ പോലും അദ്ദേഹം നിന്നില്ല എന്നുള്ളത്. കാരണം അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം ഓരോ നിമിഷം ജീവന്റെ വില. ഒരു മിനിറ്റ് പോലും വൈകരുത്, എത്രയും വേഗം പാഞ്ഞെത്തുക. അത് ഓടിപ്പോയപ്പോ ഷർട്ട് ഇടാൻ പോലും അദ്ദേഹം മറന്നുപോയി എന്നുള്ളതാണ്. ഒന്നും നോക്കിയില്ല, നേരെ ആ കുട്ടിയെ ആംബുലൻസ് കൊണ്ടുവന്ന് അവിടുന്ന് കോരിയെടുത്ത് ആശുപത്രിയിലേക്ക് ഓടിക്കയറുക. അതിന്റെ ദൃശ്യമാണ് ഈ കാണുന്നത്. ഈ ആംബുലൻസ് ഡ്രൈവർമാരെ സംബന്ധിച്ച് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതി വരില്ല അവരോട്. അവരുടെ ഒരു സ്വന്തം ജീവൻ പോലും അല്ലെങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ടാണ് 24 മണിക്കൂറും സജീവമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്, ജീവൻ രക്ഷിക്കാനായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ആംബുലൻസ് ഡ്രൈവർമാർ. ഈ ഒരു കാഴ്ച സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോൾ അത് പങ്കുവെക്കണമെന്ന് തന്നെ തോന്നി. കാരണം അദ്ദേഹത്തിന്റെ പേരുമൊക്കെ അറിയാതിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് പറഞ്ഞതിനെ, പക്ഷേ കൂടുതൽ അറിവില്ല. ആരെങ്കിലും ഇദ്ദേഹത്തിന്റെ അറിവുള്ളവർ തീർച്ചയായും കമന്റ് ചെയ്യുക. കാര്യം അദ്ദേഹത്തിന് ഒരു നല്ല മനസ്സ്, അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ആ ഒരു വ്യഗ്രത, ആ ഒരു നല്ല മനസ്സ്, അത് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. അത് എടുത്ത് പറയുക തന്നെ വേണം, അല്ലേ? എന്തായാലും സഹോദര, ഒരു ബിഗ് സല്യൂട്ട്.